ഇന്ന് നമ്മുടെ അരിപ്പ ഫോറസ്റ്റ് ട്രക്കിങ്ങിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഡേ 1ന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് വേണ്ടവർ ഇതിൻ്റെ പാർട്ട് 1 കാണാൻ മറക്കരുതേ. ഇന്ന് രാവിലെ നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെ എണീറ്റു. നേരത്തെ ട്രക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ ചായയും സ്നാക്സ് എല്ലാം കഴിച്ചു. അപ്പോഴേക്കും നമുക്ക് ഒപ്പം പോകാനുള്ള ഗൈഡ് എല്ലാവരും വന്നു. സോ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഓവറോളായിട്ടൊന്ന് പറഞ്ഞു തന്നു. സോ നമ്മുടെ ഒപ്പം ഇന്ന് 2 ഗൈഡാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു 1 വേ ട്രക്കിംഗ് അല്ല, നമ്മൾ ഒരു വഴി പോയി മറ്റൊരു വഴിയാണ് തിരിച്ചു വരുന്നത്. ഇന്നത്തെ ട്രക്കിങ്ങിൽ നമുക്ക് മെയിനായിട്ട് 2 വ്യൂ പോയിന്റ്സ് ആണുള്ളത്. ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വൈദൂര്യ കുന്നാണ്. ഇത് ഏകദേശം ഒരു 100 മീറ്ററോളൊക്കെ ഹൈറ്റ് വരുന്ന ചെറിയൊരു കുന്നാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആണ് നമ്മുടെ മിരിസ്റ്റിക്ക സ്വാമ്പ് അഥവാ ചതുപ്പ് നില പ്രദേശങ്ങൾ. സോ ഇത് രണ്ടുമാണ് ഇന്നത്തെ ട്രക്കിങ്ങിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശംഖിലി മാൻഷൻ്റെ അവിടെ നിന്ന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അരിപ്പ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് ഇന്നത്തെ ട്രക്കിംഗ് റൂട്ടെല്ലാം പോകുന്നത്. സോ ശംഖിലി മാൻഷൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നടക്കുന്ന വഴികൾ കൂടുതലും ജീപ്പെല്ലാം പോകുന്ന തരത്തിലുള്ള പാതകളാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആണ്. അതുകൊണ്ട് ഇത് തന്നെ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാം വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രക്കിംഗ് ആണ്. മഞ്ഞുകൂടി കിടക്കുന്നത് നടന്നു പോകാറുണ്ടപ്പോ. പല സമയങ്ങളും നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് ഷോർട്ട് കട്ട് എടുത്തിട്ട് അല്ലാത്ത വഴികളിലൂടെ എല്ലാം പോകുന്നുണ്ട്. സ്റ്റിൽ അതും ഫ്ലാറ്റ് സർഫേസസ് ആണ്. നമുക്ക് നടക്കാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഈ അരിപ്പയിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊന്മുടി കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം 25-30 കിലോമീറ്ററോളം ഉണ്ട് പൊന്മുടിക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ പൊന്മുടിയിലോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കുള്ള ട്രക്കിംഗ് റൂട്ട് അങ്ങനെ പബ്ലിക്കലി ഓപ്പൺ ആയിട്ടില്ല. മേ ബി ഭാവിയിൽ അത് വരുമായിരിക്കും. ഈ മരത്തിലിരിക്കുന്നതാണ് തീക്കാക്ക അല്ലെങ്കിൽ തീക്കുരുവി എന്നെല്ലാം പറയുന്ന പക്ഷി. ഇംഗ്ലീഷിൽ ഇതിനെ സ്കാർലെറ്റ് ട്രംഡ് ട്രോഗൺ എന്നാണ് പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു പക്ഷിയാണ്. സോ അരിപ്പയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. നമ്മളെ അത് കണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും അത് പറക്കാതെ അവിടെ ഇരുന്നത് കാരണം ഒരുപാട് ഫോട്ടോസ് എല്ലാം കിട്ടി. നമ്മൾ ഇപ്പം ഏകദേശം ഒരു 15 പേരോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് സൈറ്റിങ്സിനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള വൈൽഡ് ലൈഫ് കാണണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് വരികയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പേരായിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടുത്തെ മരങ്ങളെല്ലാം നല്ല ഉയരത്തിലാണ്. സോ അതിൻ്റെ മുകളിലെല്ലാം ഒരുപാട് പക്ഷികളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് തരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പക്ഷികളെയൊന്നും അങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. മരങ്ങളെല്ലാം ഇത്ര ഹൈറ്റിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അതിൻ്റെ പല വെറൈറ്റികൾ നമ്മൾ ഏകദേശം വൈദൂര്യക്കുന്ന് എത്താറായി. ഇനി അങ്ങോട്ടേക്ക് ചെറിയൊരു കയറ്റമാണ്. ഇത്ര നേരം നടന്നത് മൊത്തം നല്ല പരന്ന ഫ്ലാറ്റ് സർഫേസിലൂടെ ആയിരുന്നു. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം മാത്രമാണ് കയറ്റമുള്ളൂ. ഈ എൻ്റെ അരിപ്പ ട്രെക്കിങ്ങിൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയൊരു കയറ്റം എന്ന് പറയുന്നത് ഇതായിരുന്നു. പക്ഷേ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, ചെറിയൊരു കയറ്റമാണ്. ഏകദേശം ഒരു 100 മുതൽ 200 മീറ്റർ വരെയാണ് വൈദൂര്യക്കുന്നിൻ്റെ ഹൈറ്റ് എന്ന് പറയപ്പെടുന്നത്. ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒന്നും എവിടെയും കാണാനില്ല.
ടോപ്പിൽ നല്ല സീനറിയാണ്. സോ ഇവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം സ്നാക്സ് എല്ലാം കഴിച്ചാണ് ഇവിടെ നിന്ന് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ സമയത്തൊക്കെ ഇവിടെ വൈദൂര്യമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് മൈനിങ് നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിന് വൈദൂര്യക്കുന്ന് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇതിന്റെ പാതിയോളം ഒഴിച്ചു പോയെന്നാണ് പഠനക്കാർ പറഞ്ഞത്. ഇങ്ങനെ കാണുന്ന വരികൾ നോക്കിയിട്ടാണ് പൊട്ടിക്കുന്നത്. അതിന് ഇവര് എക്സ്പെർട്ട് കാണും എന്നുവെച്ചാൽ ഒന്ന് ഇപ്പോഴാണെങ്കിലും മറ്റേ മെഷീൻ വെച്ച് നോക്കും. പണ്ടത്തെ കാലത്ത് വേറെ രീതികളൊക്കെയാണ്. അവരെങ്ങനെയാലും കണക്കൂട്ടിയിട്ട് കറക്റ്റ് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ മാത്രം പൊട്ടിക്കും. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ട് തോണ്ടിയേക്കുന്നത് അത് വരെ പണ്ട് എടുത്ത് ഇവിടെ ഉണ്ട് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള കുറേ കല്ലുകൾ കാണാൻ പറ്റും. ഇതിങ്ങനെ ഒരു വരി പോലെ താഴോട്ട് പോയിട്ടുണ്ട്. ഇതിനെ നോക്കിയാണ് ബ്രിട്ടീഷുകാർ വൈദൂര്യമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ച് മൈനിങ് നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇത്ര നേരം കയറിയ കുന്നിപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. നമുക്ക് ഇവരൊരു വണ്ടിയിലാണ് കേട്ടോ ഇങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. സോ അത് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മളിപ്പോൾ നടക്കുന്ന വഴികളെല്ലാം ജീപ്പ് പോകുന്ന പാതകളാണെങ്കിൽ പോലും ഇവിടെ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇടയ്ക്ക് 1-2 മൃഗങ്ങളുടെ കാൽപ്പാടുകളെല്ലാം കണ്ടിരുന്നു. ഇവിടെ വെള്ളം നിറഞ്ഞ ഒരുപാട് പ്രദേശങ്ങൾ കാണാം. നമുക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ 30 അടിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. പോകുന്ന വഴി നമ്മൾ പിന്നെയും കുറേ വാരിക്കുഴികൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ 30 അടിപ്പാലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാം, കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ 30 അടിപ്പാലം എന്നുള്ള പേര് വന്നിരിക്കുന്ന ഈ പാലത്തിൻ്റെ നീളം 30 അടി ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി 20 അടിപ്പാലവും 10 അടിപ്പാലവും ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതെല്ലാം കുറച്ചുകൂടി നീളം കുറഞ്ഞ പാലങ്ങളാണ്. അല്ലാതെ മാഞ്ഞു പോയാണ്. അതാണ് വേടൻ മറിഞ്ഞ മല. മറഞ്ഞ മല. സോ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് നോക്കിയാൽ നമുക്കൊരു മല കാണാൻ പറ്റും. ഇത് വേടൻ മറിഞ്ഞ മലയാണെന്നാണ് പറയുന്നത്. പണ്ടൊരു വേടൻ ഇവിടെ വെച്ച് അപ്രത്യക്ഷമായെന്ന്. സോ അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേരെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ അടുത്ത് തന്നെ ചങ്ങല വെച്ച് വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ തിരിച്ച് വേറൊരു വഴിയിലൂടെയാണ് റിട്ടേൺ പോകുന്നത്. ഇത് വെള്ളിലന്താളി എന്ന് പറയുന്ന സ്ഥലം അറിയത്തില്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ കാട്ടിലെ മുസാന്തയുടെ ഫാമിലിയിൽ പെട്ടതാണ്. ഇതിനൊരു മുസാന്ത അറിയത്തില്ലേ? നമ്മുടെ നാട്ടിൽ മുസാന്ത എന്ന് പറയുന്ന ചെടി ഇതുപോലെയുള്ള ഇല്ല, ഇതുപോലെ ഇല പൂവായിട്ടുണ്ട്. പക്ഷെ വെള്ള മഞ്ഞയും ഓറഞ്ചും ആയിട്ടുള്ള അകത്തുള്ള പൂവ്. അപ്പം അതിന് വേറെ ചൊല്ലു പറയുന്നത് അമ്മ കറമ്പി മകള് വെളുമ്പി മകളുടെ മകളോ അതിസുന്ദരി. പച്ചയില അമ്മ കറമ്പി മകള് വെളുമ്പി മകളുടെ മകളോ അതിസുന്ദരി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ശാസ്താനടയുടെ അടുത്തുള്ള ചതുപ്പ് നില പ്രദേശങ്ങൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ താഴെ ഒരു അമ്പലം കാണാം. ഇത് ഇവരുടെ പുരാതനമായ ഒരു അമ്പലമാണ്. ഇവിടെ അയ്യപ്പനാണ് മെയിനായിട്ട് പൂജിക്കുന്നത്. ഇത് മാത്രമല്ല, അത് പുരാതനമാണ്. മറ്റേ ആ കല്ലുണ്ടല്ലോ വർഷം അടിച്ചേക്കുന്നത്, ആ കല്ല് നേരത്തെ ഉള്ളതാണ്. അത് റോഡ് ചെയ്ത സമയത്ത്. സോ ഇവിടെ പഴയ വിഗ്രഹങ്ങളും പുതിയ വിഗ്രഹങ്ങളും രണ്ടും അടുത്തിരിപ്പുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ അമ്പലം കുറച്ചുകൂടി മുകളിലായിട്ടാണെന്നാണ് പറഞ്ഞത്. സോ ഈ കാണുന്നതാണ് ശാസ്താനട ടെമ്പിള്. ഇതാണ് നമ്മുടെ ഒറിജിനൽ അമ്പലം. ഇന്നലെയും നമ്മൾ ഒരമ്പലം കണ്ടിരുന്നു. സോ അതും അയ്യപ്പൻ്റെ അമ്പലമായിരുന്നു. ഇവിടെയുള്ളവർ കൂടുതലും പൂജിക്കുന്നത് അയ്യപ്പനെ തന്നെയാണ്. ഈ കാണുന്നത് മലമുഴക്കി വേഴാമ്പൽ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന ഒരു പഴമാണത്രേ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടി മലമുഴക്കി വേഴാമ്പൽ വരും. അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ ഒരുപാട് വേഴാമ്പലെല്ലാം ഉണ്ട്.
അങ്ങനെ കുറച്ചുകൂടി നടന്നു നമ്മളിപ്പോൾ മിരിസ്റ്റിക്ക സ്വാമ്പിന് മുന്നിലെത്തി. ഇതാണ് നമ്മുടെ ചതുപ്പ് നില പ്രദേശങ്ങൾ. മിരിസ്റ്റിക്ക സ്വാമ്പ് എന്ന് വെച്ചാൽ വന്യജാതി ചതുപ്പുകൾ എന്നാണ് അർത്ഥം. അതായത് ഇവ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവവും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതുമായ ഒരു ശുദ്ധജല ചതുപ്പ് ആവാസ വ്യവസ്ഥയാണ്. ജാതിക്ക ഉൾപ്പെടുന്ന മിരിസ്റ്റിക്കോസി സസ്യകുടുംബത്തിലെ മരങ്ങൾ ഇവിടെ വളരുന്നതിനാലാണ് ഇങ്ങനെയുള്ളൊരു പേര് കിട്ടിയത്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരെല്ലാം വെള്ളക്കെട്ടിലാണ് വളരുന്നത്. സോ വെള്ളം ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാൻ വേണ്ടി ഇവയുടെ വേരുകൾ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമായ റാ പോലെ ഭൂമിക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കും. സോ ഇതാണ് ഈ ചതുപ്പ് നില പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വേരുകളെ നമ്മൾ കാവടി വേരുകൾ എന്നും പറയും കേട്ടോ. സോ ഇതാണ് നമ്മുടെ മിരിസ്റ്റിക്ക സ്വാമ്പ്. ഇവിടെയെല്ലാം പാമ്പുകൾ ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലമാണ്. സോ നടക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നീട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അരിപ്പയിൽ തന്നെ ഇപ്പം അമ്മയമ്പല ചെറുപ്പം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പുണ്ട്, ശാസ്താനടയിലൊരു ചെറുപ്പുണ്ട്. ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം നിലങ്ങൾ അറിയാമല്ലോ, സാമ്പുകൾ. അപ്പോൾ അവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതുപ്പുകളിൽ വന്യജാതി മരങ്ങൾ മെരിശിക്ക എന്ന് പറയുന്നത് വന്യജാതി മരങ്ങളുടെ എല്ലാ കൂട്ടങ്ങളും കൂടെ ഒരുമിച്ച് കാണപ്പെടുന്ന സ്ഥലമാണ് അരിപ്പ എന്ന് പറയുന്നത്. നമുക്ക് ഞാനൊരു 6-7ഓളം ചതുപ്പ് സ്ഥലങ്ങളുണ്ട്. അരിപ്പയുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ പ്രദേശത്ത് നമുക്ക് ഈ അരിച്ച് നടന്ന പ്രദേശങ്ങളെല്ലാം ഡീഫോറസ്റ്റേഷനും അതുപോലെ പ്ലാന്റേഷനും എല്ലാം വന്നപ്പോഴത്തേക്ക് നശിപ്പിക്കപ്പെട്ടു. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. നമ്മളിന്ന് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് മെരിസ്റ്റിക്ക സ്വാമ്പിലേക്ക് പോകും. അവിടുത്തെ ആ ഒരു ഇക്കോസിസ്റ്റം അതൊരു പ്രത്യേക രീതിയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. നമ്മുടെ നദികൾ ഉത്ഭവിച്ചു പോകുന്നത് നമുക്കറിയാം. നമ്മുടെ പുൽമേടുകളിൽ നിന്നും ഷോല ഫോറസ്റ്റുകളിൽ നിന്നും ഒക്കെയാണ് നദികളെല്ലാം ഉത്ഭവിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം അട്ടകളുണ്ടായിരുന്നു. സോ അട്ട ഉള്ളത് കൊണ്ട് തന്നെ സാനിറ്റൈസർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഓ, അത് അതിനകത്ത് കയറി കളിച്ചില്ലേ? ഓ, അതും അടിപൊളിയല്ലേ. നമ്മൾ ഈ ട്രക്കിങ്ങിന് അധികം മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. പിന്നെ നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും എല്ലാം പോയെന്ന് തോന്നുന്നു. മുകളിലത് അതിന്റെ ബാക്കിയോട്ടാ എന്താടാ. ഒരുപാട് പക്ഷികളെ കണ്ടിരുന്നു. ചിലതിൻ്റെ എല്ലാം ഫോട്ടോ കിട്ടി. മെയിനായിട്ട് തീക്കുരുവിയുടെ ഫോട്ടോ കിട്ടി. ആദ്യമായിട്ടാണ് ഈ പക്ഷിയെ കാണുന്നത്. നടക്കാൻ ഇഷ്ടമുള്ളവർക്കും ട്രക്കിംഗ് ഒരു തുടക്കമായി കാണുന്നവർക്കും ഏറ്റവും നല്ലതാണ് അരിപ്പ ഫോറസ്റ്റ് ട്രക്കിംഗ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കെല്ലാം ഈ ട്രക്കിംഗ് വളരെയധികം ഇഷ്ടപ്പെടും. ഇവിടെ നമുക്ക് ഒരുപാട് ഔഷധ ചെടികളെയും കാണാൻ പറ്റും കേട്ടോ. ആരോഗ്യപ്പച്ച, കരിഞ്ചേമ്പ് തുടങ്ങി നമ്മൾ തന്നെ ഒരുപാട് ഔഷധ ചെടികളെ പരിചയപ്പെട്ടു. സോ ബോട്ടണി ഫീൽഡെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ അരിപ്പ ഫോറസ്റ്റ് ഒരു സ്വർഗമാണ്. ഇതിനെല്ലാം ഉപരിയായി അരിപ്പ ഫോറസ്റ്റ് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ പോകുന്നത് പക്ഷി നിരീക്ഷകരാണ്. ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട്. ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു പാരഡൈസ് എന്ന് വേണമെങ്കിൽ തന്നെ ഈ അരിപ്പ ഫോറസ്റ്റിനെ പറയാം. സോ ബേർഡ് ഫോട്ടോഗ്രാഫി എല്ലാം ആഗ്രഹമുള്ളവർ, നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്ക് ഈ അരിപ്പ ഫോറസ്റ്റ് ട്രക്കിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 2 മണിയോടെ ഞങ്ങൾ തിരിച്ചെത്തി. ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അങ്ങോട്ട് ചാടിക്കിടന്ന അതേ കിടങ്ങ്, ആ ചെറിയ കിടങ്ങ് നമുക്ക് ഇപ്പോഴും തിരിച്ച് ചാടിക്കിടക്കാനുണ്ടായിരുന്നു. സോ ഗൈഡെല്ലാം നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്തു. ഇവിടെ നിന്ന് ലഞ്ചെല്ലാം കഴിച്ച് അടുത്ത് കിട്ടിയ KSRTCക്ക് ഞങ്ങൾ തിരിച്ച് തമ്പാനൂർക്ക് തന്നെ വണ്ടി കയറി. സോ ഇതൊക്കെയാണ് നമ്മുടെ അരിപ്പ ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.